ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്നാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഉൽപ്പന്നമാണ് നിങ്ങൾക്കിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പിക്ചർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ എല്ലാ ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പഞ്ഞിപ്പുല്ല് അല്ലെങ്കിൽ റാഗി, മുത്താറി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ പഞ്ഞിപ്പുല്ല്. നാരുകളും ധാതുക്കളും അമിനോ ആസിഡുകളും എന്നിവയെ സമ്പുഷ്ടമാണ് റാഗി. ഇത് പ്രമേഹമുള്ളവർക്ക് നല്ലൊരു ഭക്ഷണം കൂടിയാണ്. റാഗിയിൽ അടങ്ങിയിരിക്കുന്ന മെഥിയോണിൻ, ലൈസിൻ തുടങ്ങിയ സുപ്രധാന അമിനോ ആസിഡുകൾ ചർമ്മകോശങ്ങളിലെ ചുളിവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. സ്കിൻ പ്രശ്നങ്ങൾക്ക് ഇത് ഒരു ഉത്തമ പരിഹാരമാണ്. റാഗി ഇന്ത്യയിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു. മറ്റുള്ള ധാന്യങ്ങളെ അപേക്ഷിച്ച് മാംസ്യം, ധാതുക്കൾ ഏറ്റവും കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കലവറയാണ് ഈ ചെറുധാന്യം. ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറവുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ B6, ഫോളിക് ആസിഡ് എന്നിവ റാഗിയിലുണ്ട്. ഡയറ്ററി ഫൈബറും നാരുകളും പോളിഫിനോളും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ആൻറ്റി ഓക്സിഡൻ്റായും ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും ഇതിനുണ്ട്. ട്യൂമറുകൾക്കും രക്തക്കുഴലുകൾ ചെറുതാകുകയും കട്ടി കൂടുകയും ചെയ്യുന്നു. കൊഴുപ്പ് വളരെ കുറഞ്ഞതിനാകയാൽ റാഗി വളരെ വേഗം ദഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് ആദ്യ ഭക്ഷണമായിട്ട് നമ്മൾ റാഗി കുറുക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ മുതിർന്നവർ റാഗി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. റാഗിയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ഈ ധാന്യത്തെ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. വണ്ണം കുറയ്ക്കാൻ നമുക്ക് റാഗി നിത്യവും ഉപയോഗിക്കാം. വിശപ്പിനെ കുറയ്ക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട്. മറ്റ് ധാന്യങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെയധികം നാരുകളും കൊഴുപ്പ് കുറഞ്ഞ ധാന്യമായതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുക. ഇത് ഞങ്ങൾ രണ്ടുപേരാണ്. ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ട് രാവിലെ കുറുക്കുണ്ടാക്കുകയാണ്. അപ്പം പാത്രം എടുത്ത് വെച്ച് ഇനിയിപ്പം നമുക്ക് പാലൊഴിക്കാം. ഞാൻ 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചു, വെള്ളവും കൂടാണ് ഈ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റാഗിപ്പൊടി ഇടാം. റാഗിപ്പൊടി, പഞ്ഞിപ്പുല്ല്. ഇത് നമ്മുടെ പൊൻകതിരെന്ന് പറയുന്ന ബ്രാൻഡിൽപ്പെട്ട ഒരു റാഗി പാക്കറ്റാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഇതാണ്. ഇത് ഞാനിതിൽ 2 സ്പൂണ്, വലിയ സ്പൂണാണ്, അതിൽ നിറയെ ഇട്ടേക്കുവാണ്. നിറയെ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 സ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുള്ള വെള്ളത്തിലോ പാലിലോ റാഗി മിക്സ് ചെയ്യരുത്. നമ്മൾക്ക് തണുത്ത വെള്ളത്തിൽ വേണം. ഇപ്പോൾ ഇടുന്നത് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ഇടുന്നത്. നമുക്ക് അതിനൂടെ ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം. അപ്പം നമ്മൾ തണുത്ത വെള്ളത്തിലോ പാലിലോ ആണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് കട്ട കെട്ടും. പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇത് നമ്മൾ ചൂടാവുമ്പോൾ അടിയിൽ പിടിക്കാറുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ച് ഈ തണുത്ത വെള്ളമാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇത് അലിഞ്ഞു വരത്തുള്ളൂ. ചൂടുവെള്ളമാണെങ്കിൽ ഇങ്ങനെ അലിഞ്ഞു വരത്തില്ല. അപ്പം നമ്മൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. ഇപ്പം നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളൂ. ധാരാളം കാൽസ്യവും ജീവകം ഡിയും ധാരാളം ഉള്ളതുകൊണ്ട് എല്ലുകൾക്ക് ശക്തി നൽകുന്നു. നമ്മുടെ പ്രായം ഒരു വിധം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലുകൾക്കൊന്നും ബലമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ എല്ലുകൾക്ക് ബലം നൽകുന്നു. കുട്ടികളിലെ എല്ലുകളുടെ വളർച്ചയ്ക്കും പല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഞാനത് അടുപ്പിൽ വെച്ച് നമുക്ക് കൈയെടുക്കാതെ ഇടവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ തീരെ നൈസ് പൊടിയാണ്. ഇത് നമുക്ക് അടിയിൽ പറ്റും. അപ്പോൾ അടിയിൽ പറ്റിയാൽ നമുക്കത് ബുദ്ധിമുട്ടാകും, അടി കരിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇത് കൊഴുത്ത് വന്നു തുടങ്ങി. ഇത് നമുക്ക് നല്ല രീതിയിൽ കൊഴുത്ത് വരുവാണ്. റാഗി സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചാൽ നമുക്ക് എല്ലുകൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എല്ലുകൾ പൊട്ടുക, പൊടിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നല്ല
കുറുകി വന്നുകൊണ്ടിരിക്കണം. ഇതൊന്ന് തിളയ്ക്കണം, ഇച്ചിരി സമയമെടുക്കും. നമുക്കിതിൻ്റെ കൂട്ട് വേണമെങ്കിൽ നമുക്ക് മധുരം ഇട്ട് ഉപയോഗിക്കാം. മധുരം എന്ന് പറയുന്നത് നമ്മൾ ശർക്കര മാത്രമേ ചേർക്കാവൂ, പഞ്ചസാര ചേർക്കരുത്. അല്ലെ കൽക്കണ്ടം, അല്ലെങ്കിൽ കുറുകിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് തേൻ ചേർത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇങ്ങനെ കുറുക്കി കഴിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവും നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് ചെല്ലും. അപ്പം നമുക്ക് വിശപ്പിന് നല്ലതാണ്. വയറ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ആണ്. അപ്പം നമുക്ക് ഇത് പാകമായി കുറുകി കണ്ടില്ലേ, നല്ല രീതിയിൽ വന്നു കണ്ടോ. ഈ ഒരു പാല് ചേർത്ത് വണ്ണം കുറയ്ക്കാൻ നമുക്ക് പാല് ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞങ്ങൾ പാല് ചേർത്താണ് വണ്ണം അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കതിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും കിട്ടണം എന്ന് കരുതി നമ്മൾ രാവിലത്തെ ഭക്ഷണമായിട്ട് ഇത് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം റെഡിയായി. ഇത് ഞാൻ കഴിക്കാനെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഓക്കെ, നന്ദി. എല്ലാവരും കഴിക്കും.